കൊല്ലം കുണ്ടറയിൽ നിന്നാണ് ആ വാർത്ത. ഗ്ലാസ് പൊട്ടി കാലിൽ കയറി LKG വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. എയ്തൻ സുനീഷാണ് മരിച്ചത്. അപകട സമയം വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. ഏറെ നേരം രക്തം വാർന്നു പോയ ശേഷമാണ് കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുപോയത്. അരുൺ രാജ് വിശദാംശങ്ങളുമായി. അരുൺ രാജ്, ദുഃഖകരമാണ്. വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ രക്തം വാർന്ന ആ കുഞ്ഞിന് മരിക്കേണ്ടി വന്നത്. എന്തൊക്കെ വിശദാംശങ്ങളുണ്ട് ഈ സമയം നമുക്ക് നൽകാൻ? അനുജ, ഏറെ വേദനപ്പെടുത്തുന്ന നൊമ്പരപ്പെടുത്തുന്ന വാർത്തയാണ് കൊല്ലം കുണ്ട്രയിൽ നിന്ന് വരുന്നത്. അല്പസമയം മുമ്പാണ് ഈ വാർത്ത നമ്മളെ തേടിയെത്തിയത്. എന്തായാലും രക്തം വാർന്ന LKG വിദ്യാർത്ഥി മരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കുണ്ട്ര സ്വദേശി സുനീഷിന്റെയും റൂബിയുടെയും മകൻ എയ്തൻ സുനീഷാണ് മരിച്ചത്. വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല. അമ്മയും മകനും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അമ്മ കുളിക്കാൻ പോകുന്ന സമയം കുട്ടിയെ വീട്ടിനുള്ളിലാക്കിയ ശേഷമായിരുന്നു കുളിക്കാൻ പോയത്. ഈ സമയം ടേബിളിലെ ഗ്ലാസ് പൊട്ടി, അത് കുട്ടി ടേബിളിൽ പിടിച്ചതാകാം എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി സംശയിക്കുന്നത്. ഈ ഗ്ലാസ് പൊട്ടി കാലിലെ കുഴിഞ്ഞരമ്പടക്കം പൊട്ടുകയായിരുന്നു. കുട്ടിയുടെ ഈ കാലിലേക്കാണ് ഗ്ലാസ് പതിച്ചത് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. രക്തം വാർന്നാണ് ഈ കുട്ടി മരണപ്പെട്ടിരിക്കുന്നത്. ഈ അമ്മ കുളിച്ച ശേഷം എത്തിയതിന് പിന്നാലെ രക്തം വാർന്നു കിടക്കുന്ന മകനെയുമായി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. നിലവിൽ കുട്ടിയുടെ മൃതദേഹം ഇപ്പോൾ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. രക്തം വാർന്നാണ് കുട്ടിയുടെ മരണം സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ ഡോക്ടർമാർ വ്യക്തമാക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് കൊല്ലം കുണ്ട്രയിൽ നിന്നെത്തുന്നത്. ഈ അമ്മ കുളിക്കാൻ പുറത്തേക്കാണോ പോയത്? അനുജ, നിലവിൽ ലഭിക്കുന്ന വിവരമനുസരിച്ച് വീടിനുള്ളിൽ കുഞ്ഞിനെ ആക്കിയ ശേഷം അവൻ പുറത്തേക്ക് പോയി എന്നുള്ളതാണ്. ഇതിനിടയിലാണ് കുഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അബദ്ധത്തിൽ ഈ ടേബിളിന്റെ ഗ്ലാസിൽ പോയി പിടിച്ചതാകാം ഈ അപകടത്തിലേക്കടക്കം കാരണങ്ങൾ നീളുന്നത് എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. ഈ ടേബിളിലെ ഗ്ലാസ് പൊട്ടി കുഞ്ഞിന്റെ കാലിൽ പതിക്കുകയായിരുന്നു. തുടർന്ന് ഈ കാലിലെ അടക്കം അത് പൂർണ്ണമായും മുറിഞ്ഞു പോവുകയും രക്തം വാർന്നു പോവുകയും ചെയ്തു. കുളിച്ചു കഴിഞ്ഞ ശേഷം അമ്മ വീട്ടിനുള്ളിൽ എത്തിയപ്പോഴാണ് ഈ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന മകനെ കാണുന്നത്. ഉടൻ തന്നെ ഈ സമീപത്തെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും വ്യാപകമായ തോതിൽ രക്തം വാർന്നിരുന്നു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. നിലവിൽ കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം ആരംഭിക്കാൻ പോകുന്നതേയുള്ളൂ. കൊല്ലം കുണ്ടറയിലാണ് ഈ ദുഃഖകരമായ സംഭവം ഉണ്ടായത്. വീട്ടിലെ ടേബിളിന്റെ ഗ്ലാസ് പൊട്ടി അത് കാലിൽ കയറി LKG വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യമുണ്ടായി. എയ്തൻ സുനീഷ് എന്ന കുഞ്ഞാണ് മരണമടഞ്ഞത്. കുഞ്ഞിനെ വീട്ടിനകത്താക്കി അമ്മ പുറത്തേക്ക് കുളിക്കാൻ പോവുകയായിരുന്നു. തിരിച്ചു വരുമ്പോൾ രക്തം വാർന്നു കിടക്കുന്ന കുഞ്ഞിനെയാണ് കണ്ടത്. അപ്പോൾ ആശുപത്രിയിലെ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. പോസ്റ്റ്മോർട്ടം അടക്കം അല്പസമയത്തിനകം നടക്കുമെന്ന വിവരമാണ് അരുൺ രാജ് നൽകിയത്.